ഞാൻ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ഒരുങ്ങണേന്നറിയോ? കാരണം ഇവിടെ മിററില്ല. ഇല്ലാണ്ടായതിൻ്റെ കാരണക്കാര്യം ഞാൻ തന്നെ. ആ കരയണ വീഡിയോനെ പറ്റി പറയും മുന്നേ, ഹേ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ, ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗെദർ. ഇന്നത്തെ വ്ളോഗ് ഒരു അൺഎക്സ്പെക്റ്റഡ് വ്ളോഗാണ് കേട്ടോ. എടുക്കണം വിചാരിച്ചെടുക്കണ ഒരു വ്ളോഗൊന്നുമല്ല. ക്യാമറ നോക്കി ഒരുങ്ങണ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഒരു വ്ളോഗ് എടുത്തുകൂടാ എന്നൊരു തോന്നലിലാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് പോകേണ്ട എല്ലാ സ്ഥലത്തും പറയാൻ കുറച്ച് കഥകളുണ്ട്, എന്തുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്തുകൂടാ എന്നൊരു തോന്നി. ബൈ ദ വൈ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫിനിക്സ് മാളിലേക്കാണ്. അവിടെ യൂണിക്ലോ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അത് കാണാനാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. പോണ വഴിക്ക് ഞങ്ങൾക്ക് നല്ല വിശപ്പടിച്ചു. ഫിനിക്സിൻ്റെ തൊട്ടടുത്താണ് ഈ ഷവർമ ബൈറ്റ് നിറഞ്ഞ കട. അവിടെ പോയിട്ട് എന്നാ പിന്നെ ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും പൂനെ വരാണെങ്കിൽ ഈ ഷവർമ ബൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫിനിക്സിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ ഷവർമ വന്ന് അതങ്ങനെ കഴിക്കുമ്പോൾ ആംബിയൻസും ആ സൺസെറ്റിൻ്റെ ടൈമും ഒരു പ്രത്യേക രസമാട്ടോ. നല്ലൊരു സൂതിങ് ക്ലൈമറ്റും ഒക്കെയായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ്. അങ്ങനെ ഷവർമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ഫൽഹാർ എന്ന് പറഞ്ഞ കട ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഞാവൽപ്പഴത്തിൻ്റെ ഷോട്ട്, അതായത് ജാമുൻ ഷോട്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതായത് ഒരു ജാമുൻ ഷോട്ട് മേടിച്ച അതിൽ 2 ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് വെച്ച് കഴിച്ച്, അതായത് ആ ഒരു ചൂട്ടത്ത് ഈ ജാമുൻ ഷോട്ട് അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓഫ്, എന്താ ഒരു സുഖം എന്നറിയോ. പോണ വഴിയൊക്കെ നമ്മളറിയും. അങ്ങനെ ചെറിയൊരു നടക്കത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫിനിക്സ് മാളിലേക്ക് എത്തി. അവിടെ ചെന്ന് നേരെ പോയത് യൂണിക്ലോയിലേക്കായിരുന്നു. ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റിലെ പിന്നിലെ കഥ ഞാൻ പറയാം. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആഫ്റ്റർ മാരേജ്, അതായത് ഹണിമൂൺ ട്രിപ്പ് പോയത് തായ്ലാൻഡിലേക്കായിരുന്നു. ട്രിപ്പ് തുടങ്ങിയപ്പോഴേ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു അവിടെ യൂണിക്ലോ ഉണ്ട്, പോയിക്കോളാം, നല്ല അടിപൊളിയാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി, നല്ല ക്വാളിറ്റി ക്ലോത്ത്സ് കിട്ടുന്നു. തായ്ലാൻഡ് എത്തി ചേച്ചി പറഞ്ഞ മാളിക്ക് ഞങ്ങളെത്തി. എങ്കിലും ഈ കടയുടെ പേര് ഞങ്ങൾ 2 പേരും മറന്നു. അങ്ങനെ അവിടെ ചെന്ന് ചേച്ചീനെ വിളിച്ച് ഈ കട തപ്പി പിടിച്ച് നോക്കിയപ്പോഴോ 3-4 പ്രാവശ്യം യൂണിക്ലോൻ്റെ മുന്നിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കട ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണുടക്കിയത് അവിടുത്തെ ജീൻസിലായിരുന്നു. ഞാൻ ജീൻസ് മേടിക്കുമ്പോൾ എപ്പോഴും പിന്നിൽ എലാസ്റ്റിക്കുള്ളതേ മേടിക്കാറുള്ളൂ. കാരണം സാധാ ജീൻസ് മേടിക്കുമ്പോൾ ഒന്നുകിൽ കാല് ടൈറ്റായിട്ട് കയറില്ല, അല്ലെങ്കിൽ അരഭാഗം ലൂസാവും. ലൂസായാൽ പിന്നെ ബെൽറ്റ് ഇടണം. എന്നാൽ ബെൽറ്റ് ഇട്ടാലോ എന്നാലും ഒരു സുഖം ഉണ്ടാവില്ല, പിന്നിൽ പൊന്തിയൊക്കെ നിൽക്കും. അങ്ങനെയാണ് ഞാൻ പിന്നിൽ എലാസ്റ്റിക് നോക്കി വാങ്ങാറ്. അതുകൊണ്ട് 2 ഉണ്ട് ഗുണം. നമ്മൾ വണ്ണം വെച്ചാലും അരഭാഗം കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. നേരെ മറിച്ച് സാധാ ജീൻസ് ആണെങ്കിലോ പിന്നെ നമുക്കത് ഉപയോഗിക്കാനേ പറ്റില്ല. അങ്ങനെ കമ്മിങ് ടു ദ പോയിന്റ്, അവിടെ ചെന്നപ്പോൾ എലാസ്റ്റിക്കുള്ള ജീൻസ് കിട്ടി. പൊതുവെ പിന്നിൽ മാത്രം എലാസ്റ്റിക് കാണാറുള്ളൂ, ഇത് മുഴുവൻ എലാസ്റ്റിക് ആയിരുന്നു. ഈ ടൈപ്പിലുള്ള ജീൻസ് നമ്മുടെ നാട്ടിലും കിട്ടും, പക്ഷെ ഫ്രണ്ടിലൊക്കെ ചുളിഞ്ഞിരിക്കും. ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഫുൾ എലാസ്റ്റിക് ഉള്ളത് വാങ്ങാറേ ഇല്ല. പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഫിറ്റിംഗ്, ചുളിഞ്ഞിരിക്കണേ ഇല്ല. ജീൻസ് ലുക്ക് ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു, അതുകൊണ്ട് ഇട്ടത് അറിയണേ ഇല്ല. അത്ര സുഖം. ഇങ്ങനത്തെ ടൈപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കളറിൽ ടൈപ്പിൽ നമുക്ക് ജീൻസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പൂനെയിൽ യൂണിക്ലോ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി എനിക്ക് കറക്റ്റ് ഫിറ്റിങ്ങിലുള്ള പാൻസോ ജീൻസോ ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് ഔട്ട്ഫിറ്റ്സും ഇട്ട് തുടങ്ങി. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണേ എൻ്റെ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തായിരുന്നു എൻ്റെ ഹസ്ബൻഡും. സേട്ട് സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ പൊതുവേ എനിക്ക് ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. ഫസ്റ്റ് അത് എടുക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എന്തിനാ എനിക്കിത് എടുക്കണം, എനിക്ക് വേണ്ട, ഇതെൻ്റെ ടൈപ്പിലുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് കരയും. പക്ഷേ എടുത്ത് കഴിഞ്ഞിടാൻ തുടങ്ങുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. നേരെ മറിച്ച് ഞാൻ എടുക്കുന്ന ഡ്രസ്സാണെങ്കിൽ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അയ്യോ എനിക്ക് ഇതന്നെ വേണം, ഇതന്നെ എടുക്കുള്ളൂ എന്നൊക്കെയുള്ള ഭയങ്കര പറച്ചിലൊക്കെ കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ ഡ്രസ്സിനോടുള്ള ഇഷ്ടേ പോവും, തീരെ ഇടില്ല. ഇതെന്തെങ്ങനെയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? എന്താ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സേറ്റു എടുത്ത് തന്ന ഡ്രസ്സാണ് ഈ റെഡ് കളർ ഡ്രസ്സ്. എൻ്റെ പൊണ്ണു കാണാൻ നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല വിലയുണ്ട്, പക്ഷെ വിലയ്ക്കനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് എനിക്ക് ഇല്ലേ ഇല്ല. നല്ല ഗോൾഡൻ ആക്സസറിയൊക്കെ വെച്ച് പെയറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അവിടെ വെച്ചൊരു 3-4-5 വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം. ഈ ഡ്രസ്സ് ഞാൻ മേടിച്ചില്ല. മേടിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുക. അതുകൊണ്ട് എനിക്ക്
പോകാൻ വേറെ സ്ഥലമില്ല. അറ്റ്ലീസ്റ്റ് ഓഫീസിലേക്കെങ്കിലും പോവാണെന്ന് വെച്ചാൽ എടുക്കുമായിരുന്നു. പക്ഷെ അതും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ മേടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഡ്രസ്സ് മേടിക്കുന്ന പോലെ വെറുതെ എന്തിനാ കാശ് വേസ്റ്റ് ചെയ്യണേ എന്ന് വിചാരിച്ച് മേടിച്ചില്ല. ഇനി വല്ല ആവശ്യമൊക്കെ വരുമ്പോൾ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മേടിക്കാൻ പോകുമ്പോൾ എന്താണെന്ന് അറിയോ, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എനിക്ക് അപ്പം കിട്ടില്ല. നേരെ വെച്ച് എടുക്കണ്ടാന്ന് വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നല്ല ഇഷ്ടം പോലെ ഓപ്ഷൻസും കളേഴ്സും പറ്റിയ കളറും ഒക്കെ വരും. എന്നാൽ ആവശ്യമുള്ളത് നേരത്തെ എടുക്കാൻ പോയാലും തീരെ ഉണ്ടാവില്ല. ഇങ്ങനെ ഇട്ടു എന്നുള്ളത് മനഃപൂർവ്വം കണ്ടതങ്ങിണ്ട്. ഫ്ലാഷ് ബാക്ക്. എന്താ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി ഈ കരയുടെ വീടിനെ പറ്റി പറയാം. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ഞങ്ങൾ ഐക്യയിലെത്തി. അന്ന് മെയിനായിട്ട് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം മിറർ വാങ്ങണം എന്നായിരുന്നു. അത് വാങ്ങുകയും ചെയ്തു. 4 മിറർ ഒന്നിച്ചൊരു സെറ്റ്, 3 ബെഡ്റൂമിൽ വെക്കാം, 1 വാഷ് ബേസിനിൽ വെക്കാം, ഒരു വെടിക്ക് 2 പക്ഷി. അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ആ വെടി കൊണ്ടത് പക്ഷിക്കല്ലായിരുന്നു, എനിക്കായിരുന്നു. പ്ലാനിങ് ഇട്ട് എനിക്കറിയില്ലായിരുന്നു ആ മിററിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കുമെന്ന്. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ മിറർ വീട്ടിലെത്തിച്ചത്. ഒരു സ്ക്വയർ ഷേപ്പായിരുന്നു. ഒരു കവറിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മിറർ പൊട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് പെട്ടീൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചതാ. ചേട്ടു എന്തോ ചോദിച്ചപ്പോൾ ആ പെട്ടി തുറന്ന കണ്ണട ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. ചേട്ടുമായിട്ടൊരു സംസാരത്തിനിടയിൽ ഞാനതങ്ങ് മാറുന്നു. നേരെ മിറർ അങ്ങോട്ട് ചവിട്ടി. മിററും പൊട്ടി, കൂടെ ഞാനും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ആ മിറർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ദേ എന്റെ സ്ഥലം, എന്റെ സ്ഥലം. പോണ വഴിക്ക് ഐക്യൊക്കെ കണ്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഐക്യ വന്നാൽ കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ തോന്നും. അത്ര ഭംഗിയിലല്ലേ വെച്ചിരിക്കുന്നത്. അവിടെ പോയാൽ ബിന്ദു പണിക്കറിൻ്റെ അവസ്ഥ, പാത്രം എടുക്കണോ, സോഫ എടുക്കണോ, അത് കബോർഡായാലോ എന്നുള്ളൊരവസ്ഥ. പക്ഷെ എനിക്ക് അങ്ങനത്തെ അവസ്ഥ വരില്ല. കാരണം സീട്ടുവിൻ്റെ കൈ എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് മേടിച്ചു കൂട്ടാനുള്ള കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളുണ്ടാവും. വീട്ടിലെത്തി ഞാൻ ആദ്യം ചെയ്ത് ആ കണ്ണാടി ആരും എത്താത്തൊരു മൂലയിലേക്ക് അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഫിറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ടയേർഡായതുകൊണ്ട് അന്ന് പറ്റിയില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ആദ്യം തന്നെ ചെയ്തത് ഈ മിറർ ഫിക്സ് ചെയ്യലായിരുന്നു. അങ്ങനെ മിഷൻ മിറർ അക്കംപ്ലിഷ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി ഞെക്കുക. Bye.